കോഴിക്കോട് ബാങ്ക് ഉദ്യോഗസ്ഥനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടി. താമരശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ജനീസ്, മുഹമ്മദ് ഷാനിബ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ മാസമാണ് കോട്ടൂളി പെട്രോൾ പമ്പിൽ വെച്ച് രഞ്ജിത്ത് പാടിയത്ത് എന്നയാൾക്ക് മർദ്ദനമേറ്റത്. ദൃശ്യങ്ങൾ. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത്, അതിക്രൂരമായാണല്ലോ മർദ്ദിക്കുന്നത്, നിലത്തിട്ട് ചവിട്ടുന്നു, വലിച്ചെറിയുന്നു. എന്തായിരുന്നു പ്രകോപനം? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? വിജയകുമാർ, കഴിഞ്ഞ മാസം 15-ന് രാത്രിയാണ് കൊട്ടൂളിയിലെ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് ഈ അതിക്രൂരമായ മർദ്ദനം നടക്കുന്നത്. രഞ്ജിത്ത് പാടിയത്ത് എന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരു ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. അതിനിടയിൽ ഓട്ടോ ഡ്രൈവർ ഇന്ധനം നിറയ്ക്കുന്നതിനായി ഒരു പെട്രോൾ പമ്പിൽ കയറി. അവിടെ ഉണ്ടായിരുന്ന 2 പേരുമായി ഈ ഓട്ടോറിക്ഷയിലെ ഡ്രൈവർ ചില വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഇത് പ്രതിരോധിക്കാൻ ശ്രമിച്ചതായിരുന്നു ഇദ്ദേഹം, അതായത് ഈ രഞ്ജിത്ത് എന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ. ഇതിൽ പ്രകോപിതരായാണ് ഈ 2 അംഗ സംഘം അതിക്രൂരമായി രഞ്ജിത്തിനെ മർദ്ദിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തെ നിലത്ത് ഇട്ട് ചവിട്ടുന്നുണ്ട്, വലിച്ചെറിയുന്നുണ്ട്. മുഖത്ത് ചില ലോഹഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് മുഖത്ത് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇതൊക്കെ പോലീസിന് നൽകി രഞ്ജിത്ത് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മുഹമ്മദ് ഷാനിബ്, മുഹമ്മദ് ജനീസ് എന്നിങ്ങനെയാണ് ഇവരുടെ പേര് വിവരങ്ങൾ. നിരവധി കേസുകളിൽ പ്രതികളാണ് ഈ പിടിയിലായ 2 പേർ എന്ന് പോലീസ് പറയുന്നു. അതായത് താമരശ്ശേരിയിലെ വിവിധ തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ ഉൾപ്പെടെ ഈ 2 പേർ പ്രതികളാണ്. ഏതായാലും ഈ പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വിജയകുമാർ. താമരശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ജനീസ്, മുഹമ്മദ് ഷാനിബ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ മാസമാണ് ഈ പെട്രോൾ പമ്പിൽ വെച്ച് രഞ്ജിത്ത് പാടിയത്തിന് ഗുരുതരമായ മർദ്ദനമേറ്റ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നിലത്തിട്ട് ചവിട്ടുന്നു, വലിച്ചെറിയുന്നു. ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന് ഏൽക്കുകയും ചെയ്തു. ഇപ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.